അവൾ എന്തിനാ തിരിച്ചു വന്നിടോ? തിരിച്ചു വന്നോ? ആര്? യെസ്, അവള് തന്നെയാ. കമോൺ വേദം, അങ്ങനെ സംഭവിക്കാൻ ഒരു ചാൻസും ഇല്ല. 100% അവള് തന്നെയാ. ഞാൻ അവളുടെ കയ്യിൽ ടാറ്റു കണ്ടതാ. വേദാലിയ. അമൂല്യ എങ്ങാനും ഇതിനെ പറ്റി അറിഞ്ഞ എന്ത് ചെയ്യും സിദ്ധാർത്ഥ്? കമോൺ വേദാന്ത്, ഇതെങ്ങനെ അമൂല്യ അറിയാനാ? അല്ലെങ്കിൽ തന്നെ അവളാ വന്നെന്ന് എന്താ ഗ്യാരണ്ടി? മറ്റാരെങ്കിലും ആയിക്കൂടെ? നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ആലോചിച്ച് ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇല്ല സിദ്ധാർത്ഥ്, ഞാൻ അവളുടെ കയ്യിലെ ടാറ്റു കണ്ടതാടോ. വേദാലിയ എഴുതിയത് ക്ലിയർ ആയി കണ്ടതാ സിദ്ധാർത്ഥ്. അത് അവള് തന്നെയാ. ശരി, നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട. അതെന്തായാലും നമുക്ക് രാവിലെ തന്നെ നോക്കാം. ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക് ഇല്ല, എനിക്കിപ്പൊ അമൂല്യെ കാണണം. ഈ നേരത്തോ? അതെ, എനിക്ക് ഇപ്പൊ തന്നെ കാണണം. അവളെ കാണാതെ എനിക്ക് സമാധാനം കിട്ടില്ല സിദ്ധാർത്ഥ്. എനിക്ക് എന്റെ അമൂല്യെ കൈവിട്ട് കളയാൻ പറ്റില്ല. കമോൺ വേദാന്ത്, നീ എന്തൊക്കെ ഈ പറയുന്നേ? അവളെ പിരിഞ്ഞിരിക്കേണ്ട എന്താ ആവശ്യമുള്ളത്? ഒന്നും സംഭവിക്കില്ല, ഡോണ്ട് വറി. ഒന്നും സംഭവിക്കാൻ പാടില്ല സിദ്ധാർത്ഥ്. ഒന്നും സംഭവിക്കാൻ സമ്മതിക്കൂല്ല. എനിക്കിപ്പൊ തന്നെ എന്റെ അമൂല്യെ കാണണം. കണ്ടേ പറ്റൂന്ന് പറഞ്ഞാൽ കണ്ടേ പറ്റൂ. എന്തൊരു കഷ്ടായത്. ഈ സുമേഷ് കാരണം മനുഷ്യന്റെ സമാധാനം പോയി. കുടിക്കെന്നും പറഞ്ഞ ഉള്ള പെഗ് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ട് ഈ സമയത്ത് ചെറിയമ്മയുടെ വീട്ടിലേക്ക് പോയാൽ എന്താവും? കല്യാണം വീണ്ടും ക്യാൻസൽ. അയ്യോ എന്റെ ഈശ്വര. ഓരോന്ന് ചിന്തിച്ചുകൂടി നിൽക്കുന്ന കണ്ടില്ലേ? ഛേ, ഇനി ഇവന്റെ കൂടെ ഒരു പാർട്ടിക്ക് ഞാനില്ല. ഛേ, ഞാൻ എന്തൊക്കെയാ പറയുന്നേ? ആ സുമേഷിനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഉണ്ണിയല്ല, ഉണ്ണി മുകുന്ദൻ. നമ്മൾ ഡൽഹിയിലെത്തിയതാ. ഉണ്ണി മുകുന്ദൻ പൊട്ടാ, തനിക്കെന്താ ഭ്രാന്താണോ? നമ്മള് ഡൽഹിയിലല്ല, കേരളത്തിലാ. ബോസ് ഒരു പൊട്ടനാ. ബോസ് പറയുന്ന പോലെ ഡൽഹി അല്ല, കേരളമല്ല, ഇത് ബാംഗ്ലൂരാ. നോക്ക് ബോസ്, പശ്ചിമ ബംഗാളിൽ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. മലയാളം ഗ്രേറ്റാ ബോസ്. കേരളം എന്നാൽ പാരിനടുവിൽ കേവലം ഒരുപിടി മണ്ണല്ല. ഏയ്, നീ ഒരുപാട് നാളായിട്ട് ഇവിടെ പാവ് ബജി വിറ്റല്ലേ ജീവിക്കുന്നത് ഉണ്ണി മുകുന്ദ. നിനക്ക് വല്ല ചിക്കൻ 65ഓ അല്ലെങ്കിൽ പാവ് ബജിയിൽ ചിക്കൻ വെച്ചിട്ട് വല്ല വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്തൂടെ? നോക്കി ചോട്ടാ ബോസ്, ഇപ്പോഴത്തെ പിള്ളേർക്ക് ബുദ്ധിയേ ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ നാടിനൊരു പുരോഗതി ഇല്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് ബോധമില്ലാത്തതിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ എന്തിനാണ് സമയം കളയുന്നത്? അത് ശരിയല്ലേ ബോസ്, അത് സത്യം തന്നെയാ. ഈ ബോധമില്ലാത്ത 2K കിഡ്സിന് വേണ്ടി നമ്മൾ എന്തിനാ വെറുതെ സമയം കളയുന്നത്? 2 പ്ലേറ്റ് കറക്റ്റ് ആയിട്ട് വേണം. പറഞ്ഞു കേട്ടല്ലോ അല്ലേ? 2 പ്ലേറ്റ് പാവ് ബജി നീ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പാക്ക് ചെയ്ത് തരണം. തരാൻ പറ്റില്ല. എന്ത് തരാൻ പറ്റില്ലെന്നോ? തരാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിനക്ക് കടയടച്ച് വീട്ടിൽ പോയിരുന്നൂടെ? അങ്ങനെ പറ സുമേഷ്. വീട്ടിലോ കാട്ടിലോ വെക്കും, അതല്ല പ്രശ്നം. പാവ് ബജിക്ക് കടയിൽ തുറന്നു വെച്ചിട്ട് പാവ് ബജി ഇല്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? എടോ കണ്ണുറന്ന് നോക്കടോ, ഇത് പാവ് ബജി ഷോപ്പല്ല, പാൻ ഷോപ്പാണ്. എടോ, താൻ എന്നെ പറ്റിക്കാൻ നോക്കുകയാണല്ലേ? ഞാൻ ഫിറ്റ് ആണെന്നാണോ താൻ വിചാരിച്ചിരിക്കുന്നത്? രാത്രി ആയാൽ പിന്നെ ഒരിക്കലും ഞാൻ ഫിറ്റ് ആവില്ല. എനിക്ക് പാവ് ബജി വേണം. എടപ്പൊട്ട്, ഇത് പാൻ ഷോപ്പാണെന്ന് പറഞ്ഞില്ലേ? താനിപ്പോ കഴുത്ത് വരെ കുടിച്ച് ഫിറ്റാ. വേദാന്ത്, ഇവിടെ തന്നെ നിക്കേ. ഞാൻ അവിടെ വരെ പോയിട്ട് ഇപ്പൊ വരാം. താടോ പാവ് ബജി മര്യാദക്ക് താ. എന്റെ അളിയാ, നീ പൊട്ടന്റെ കൂടെ കൂടിയല്ലേ? അവന് കിട്ടുന്ന അടിയുടെ പകുതി നിനക്കും കിട്ടും. വിക്കി ബോസ്, അല്ലല്ല സിദ്ധാർത്ഥ് സാർ, ഞാൻ ഇപ്പോഴും ഫിറ്റ് ആണെന്ന് വിചാരിക്കരുത്. എത്രയൊക്കെ കുടിച്ചാലും ശരി, ഞാൻ ഫിറ്റ് ആവില്ല. ഞങ്ങൾ ഈ പാൻ ഷോപ്പിൽ വന്ന് ഞങ്ങൾക്ക് 2 പേർക്കും പാവ് ബജി ഓർഡർ ചെയ്തിട്ടുണ്ട്. സാറിന് വേണമെങ്കിലും ഒരെണ്ണം ഓർഡർ ചെയ്ത് തരാം. നല്ല ടേസ്റ്റാ ഇവിടുത്തെ പാവ് ബജി. അതൊക്കെ നമുക്ക് പിന്നീട് വന്നിട്ട് കഴിക്കാം. തൽക്കാലം നീ വീട്ടിലേക്ക് പോകാൻ നോക്ക്. പാൻകടയിലെ പാവബജി നല്ല ആളിയാ, ഒരു കുഴപ്പമുണ്ടാവില്ല. എനിക്കിഷ്ടം വേദിയ. വേദാലി ഒന്നും ശരിയാവില്ല. എന്റെ അമൂല്യ അല്ലാതെ ഞാൻ വേറെ ആരും സ്നേഹിക്കില്ല. ആദ്യം അവളുടെ കയ്യിലുള്ള ടാറ്റോ നശിപ്പിക്കേണ്ടത്. എന്റെ അമ്മുവിനെ നഷ്ടപ്പെടുത്താൻ എനിക്കൊരിക്കലും പറ്റില്ല. എനിക്ക് ഇപ്പൊ തന്നെ അവളെ കണ്ടേ പറ്റൂ. ഇപ്പൊ തന്നെ കാണണം, ഇപ്പൊ തന്നെ സംസാരിക്കണം. വേദിയ ഈസ് ട്രൂ, വേദാലിയ ഈസ് ആൻ ഇല്യൂഷൻ.
എനിക്ക് എന്റെ അമ്മുവിനെ കാണണം. നല്ല സെറ്റ് പാവ് ബജി, പാവ് ബജി, പാവ് ബജി, പാവ് ബജി അളിയാ ദേ കഴിക്കാം. ചേട്ടൻ ഇങ്ങോട്ട് പോകുന്നു. വേദാന്തല്ലേ പോകുന്നത്? ആ ദേ പോകുന്ന കണ്ടില്ലേ? ചേട്ടൻ ഒറ്റയ്ക്ക് ഈ സമയത്ത് എങ്ങോട്ടാ പോകുന്നേ? ഓ എല്ലാം കഴിഞ്ഞു. നിന്റെയൊക്കെ പിന്നാലെ വന്ന സമയത്ത് അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്ന കണ്ടില്ലേ? വേദാന്ത് ചെറിയമ്മയുടെ വീട്ടിലേക്കാ പോകുന്നത്. അവന്റെ പെണ്ണിനെ കാണാൻ വേണ്ടിയിലാവാൻ പോകുന്നത്. അതിനിപ്പോ എന്താ അളിയാ? വേദാന്ത് കുടിച്ചിട്ടുണ്ടെന്ന്. എന്റെ ബോസ് കുടിച്ചിട്ടൊന്നുമില്ല. ഞാനാ ബോസിനെ പറ്റിച്ച് ബോസിന്റെ ഫ്രൂട്ട് ജ്യൂസിലും മദ്യം കലക്കി കൊടുത്തത്. ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ നീയാ. ചെറിയമ്മ ഇപ്പോഴല്ലേ കല്യാണത്തിന് സമ്മതിച്ചത്? ഈ കോളത്തില് വേദാന്തിനെ എങ്ങനെ അവിടെ കണ്ട അത് പിന്നെയും ക്യാൻസൽ ആവും. എടാ പൊട്ടാ, ഇതിനെല്ലാത്തിനും കാരണം നീയാ. നിന്നെയും കൊണ്ട് ഈ പാർട്ടിക്ക് വന്നില്ലേ, അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. സിദ്ധാർത്ഥ് സാർ എന്നെ ഇപ്പൊ ഒരു കാര്യമില്ലാതെ ഈ കുറ്റം പറയുന്നത് ഇത് തീരെ ശരിയല്ല സാർ. ഞാൻ എന്റെ ബഡാ ബോസിന്റെ സന്തോഷം മാത്രമാണ് നോക്കിയേ. ഞങ്ങളുടെ ബോസിന്റെ സന്തോഷമാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അത് ശരിയാ കൂട്ടാ. ഇന്ന് താനിത് ചെയ്തോണ്ട് വലിയ തെറ്റൊന്നും തോന്നുന്നില്ല. ജീവിതത്തിൽ ഇന്ന് വരെ കുടിക്കാത്ത ഒരാള് പെട്ടെന്ന് കുടിച്ച പ്രശ്നമാവില്ലേ? ആ അത് പ്രശ്നം തന്നെയാ. വിക്കി ബോസ്, മനുഷ്യർ ഈ ലോകത്ത് ചെയ്യുന്നത് ഒന്നും തെറ്റല്ല. തെറ്റ് ചെയ്യാത്തതായി ഈ ലോകത്തിൽ ആരുണ്ട് വിക്കി ബോസ്? അല്ലേ പറയൂ സിദ്ധാർത്ഥ് സാറേ. ഏയ് എടോ സുമേഷേ, താൻ ഒടുക്കത്തെ ഫിറ്റാവുള്ളൊന്ന് നേരെ നിക്ക്. വിക്കി ബോസ് ദേ നിൽക്കുന്നു. സിദ്ധാർത്ഥ് സാർ എന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. എനിക്കിതെല്ലാം വളരെ നന്നായി തന്നെ കാണാം. പക്ഷെ എന്റെ ബോസ് എവിടെ? എന്നെ കൊണ്ട് വല്ലാത്ത കഷ്ടമായാലോ. ഇനി ഞാൻ എല്ലാം ഒന്നുകൂടെ പറയണോ? വേദാന്ത് പോയത് താൻ കണ്ടില്ല? അത് കൊള്ളാലോ. ഈ സമയത്ത് എന്റെ ബോസ് എങ്ങോട്ടാ പോയത്? ബോസ് പോയി കഴിഞ്ഞാ പിന്നെ അമൂല്യ മേഡത്തിനെ ആര് കല്യാണം കഴിക്കും? എടാ പ്രാന്ത, അങ്ങോട്ടേക്ക് അവൻ പോയത്. ഒന്നും മിണ്ടാതിരിക്കോ? സോറി സിദ്ധാർത്ഥ് സാർ, എന്റെ ബോസ് അങ്ങനെയുള്ള ഒരാളല്ല. ഒരുപാട് പെൺകുട്ടികളുള്ള ഒരു വീട്ടിലേക്ക് എന്റെ ബോസ് അസമയത്ത് പോവില്ല. നമ്മുടെ ബോസിനെ ആരോ മനഃപൂർവ്വം കിഡ്നാപ്പ് ചെയ്തതാ. കാണാൻ കൊള്ളാവുന്ന ബാച്ചിലേഴ്സിന് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റിയല്ല. വിക്കി ബോസ് നോക്ക്, ഞാനും വിക്കി ബോസും കൂടെ ചേർന്നാണ് ബോസിനെ രക്ഷിക്കാൻ പോകേണ്ടത്. വിക്കി ബോസ് എന്റെ കൂടെ വരുവോ ഇല്ലയോ? എന്താ എന്റെ ചേട്ടനെ കിഡ്നാപ്പ് ചെയ്തെന്നോ? വാ നമുക്ക് പോയി ചേട്ടനെ രക്ഷിച്ചിട്ട് വരാം. എന്നാ പിന്നെ വേഗം വാ, നമ്മുടെ പ്രൈവറ്റ് ജെറ്റും കൊണ്ട് ബോസിനെ രക്ഷിക്കാൻ പോകാം. ലെറ്റ്സ് ഗോ. എന്റെ ഈശ്വര, ഏത് സമയത്താണോ ഈ പാർട്ടിക്ക് വരാൻ തോന്നിയത്? പെട്ടെന്ന് അമൂല്യ വിളിച്ച് പറയാം. അവള് തറഞ്ഞില്ലെങ്കിലേ പ്രശ്നം വഷളാവുള്ളൂ. എന്തു പറ്റി ശ്രീധർ? ഇതുവരെ ഉറങ്ങാത്തത് എന്താ? ഒന്നുമില്ലമ്മേ, കിടന്നിട്ടെന്തോ ഉറക്കം വരുന്നില്ല. ഓ, പുറത്തു പോയവരൊക്കെ ഇത്ര ലേറ്റ് ആയിട്ട് തിരിച്ചു വരാത്തതോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും അല്ലേ? അങ്ങനെ പ്രശ്നമൊന്നുമില്ലമ്മേ. അവര് പോയ പോലെ തന്നെ തിരിച്ചു വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെന്താ പറ്റിയത്? നോക്ക്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് മനസ്സ് വെറുതെ വിഷമിപ്പിക്കണ്ട. അപ്പൊ നന്നായിട്ട് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്നോട് ധൈര്യമായിട്ട് പറഞ്ഞോ. എന്തായാലും നമുക്കൊരു പരിഹാരം കണ്ടുപിടിക്കാം. മറ്റെന്താണമ്മേ, നമ്മുടെ വേദാന്തിന്റെ കല്യാണക്കാര്യ. അതോർത്ത് ടെൻഷൻ അടിക്കാൻ ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? അമൂല്യയുടെ വീട്ടുകാര് കല്യാണത്തിന് സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇതറിഞ്ഞ സ്ഥിതിക്ക് സുഹാസിന് വീണ്ടും എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് ഇത് മുടക്കിയാലോന്നാ. പിന്നെ ഈ കല്യാണം ഒരിക്കലും നടക്കില്ലല്ലോ അമ്മേ. വേദാന്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് അമൂല്യല്ലേ? അവള് തന്നെയാണ് ഈ വീട്ടിലെ മരുമകളാകേണ്ടതും. എന്താണേലും ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാ പ്രേമികളെ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞു നിന്നിരുന്നതല്ലേ നമ്മുടെ വേദാന്ത്. അത്രയും വാശി പിടിച്ചു നിന്ന അവനെ ഇന്ന് ഈ കാണുന്ന അവസ്ഥയിലേക്ക് സന്തോഷവാനാക്കി മാറ്റിയില്ലേ? അതിനെല്ലാം കാരണക്കാരി അമൂല്യ. എന്തുകൊണ്ടും അവള് തന്നെ അവന്റെ ശരിയായ പെണ്ണ്. എന്തെങ്കിലും കാരണം കൊണ്ട് ഇനിയും ഈ കല്യാണം മുടങ്ങിയാൽ പിന്നെ ഒരിക്കലും അവന് കല്യാണം നടക്കില്ല ശ്രീധർ. അതിനെക്കുറിച്ച് തന്നെ അമ്മ ഞാനും ആലോചിച്ചത്. ഈ കല്യാണം ഒരിക്കലും മുടങ്ങാൻ പാടില്ല. എത്രയും പെട്ടെന്ന് തന്നെ അമൂല്യയുടെയും വേദാന്തിന്റെ നിശ്ചയം നടത്തണം.
കല്യാണത്തിന്റെ ദിവസവും കുറിക്കാം. വെച്ച് താമസിപ്പിച്ചു കഴിഞ്ഞാൽ ഈ സുഹാസിനി ഇത് മുടക്കാനുള്ള പല വഴികളും നോക്കിന്ന് വരും. എന്റെ മനസ്സിലെ അതേ പേടി തന്നെയാ ശ്രീധർ ഇപ്പൊ പറഞ്ഞത്. ഇങ്ങനെ നീചയായ ഒരുത്തിയാ ഞാൻ പ്രസവിച്ചതെന്നോർത്ത് ഞാൻ ഓരോ നിമിഷവും പശ്ചാത്തപിക്കുന്നുണ്ട് ശ്രീധർ. ഓരോ ദിവസം കഴിയും തോറും സുഹാസിനി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവൾ ഇന്ന് നന്നാവും നാളെ നന്നാവും എന്നോർത്ത് ഇത്രയും നാളെ ഞാൻ കഴിച്ചുകൂട്ടി. പക്ഷേ ഇവളുടെ ഈ സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇവളുടെ ഈ സ്വഭാവം മാറുമെന്ന് കരുതിയാ ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. പക്ഷെ അവള് എന്നെ ഒരു പൊട്ടനായിട്ടപ്പൊ കാണുന്നത്. അസൂയയ്ക്കും കഷണ്ടിക്കും വരെ മരുന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. പക്ഷെ ഇവളുടെ മനസ്സിലെ ക്രൂരതയ്ക്ക് ഒരു മരുന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതങ്ങനെ വിടാൻ പറ്റില്ല ശ്രീധർ. ഇനി അവൾ എന്തെങ്കിലും ഒരു തെറ്റും കൂടെ ചെയ്താൽ ഞാനതൊരിക്കലും ക്ഷമിക്കില്ല. അവൾ ഇന്ന് വരെ ചെയ്ത എല്ലാ വൃത്തികേടുകളും എല്ലാവരെയും വിളിച്ചുകൂട്ടി ഞാൻ അറിയിക്കും. പിന്നെ അവൾ എന്നേക്കുമായി ജയിലിലും കിടക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഞാൻ അവളുടെ അമ്മയാന്ന് പറഞ്ഞ് ജീവിക്കുന്നത് എന്തിനാ? ശരിയമ്മേ, സുഹാസിനിയുടെ ഭർത്താവാണെന്ന് പറയുന്നത് തന്നെ എനിക്കിപ്പോ നാണക്കേടാ. അവൾ ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് വിഷമിക്കേണ്ടത് നമ്മളാ. ആര് പറയുന്നതും അനുസരിക്കാത്ത അവളെ കൊണ്ട് ആർക്കാണ് പ്രയോജനം? ഇനി അവൾ ആരെങ്കിലും ഉപദ്രവിച്ചാ അമ്മ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം. എന്നാലെങ്കിലും അവൾ നന്നാവുന്ന കരുതാം. നമുക്കും സമാധാനം കിട്ടും. ശരിയമ്മേ, അമ്മ പോയി കിടന്നുറങ്ങ. ഞാനും കിടക്കാൻ പോവാ. ഈ സമയത്താണ് നമുക്ക് മക്കളുടെ സ്നേഹവും പരിരക്ഷയൊക്കെ വേണ്ടത്. അവരെപ്പോഴും കൂടെ ഉണ്ടാവണമെന്നും ആഗ്രഹിക്കും. പക്ഷെ എന്റെ മകളെ കൊണ്ട് എനിക്ക് ഒരു ഉപയോഗം ഉണ്ടാവില്ല. അമൂല്യ, എടി കഴുതേ, വാലുറുക്കടി. ഏതാ നിന്റെ വേദന്ന് വന്നിരിക്കുന്ന വാലുറുക്ക്. അമൂല്യ, വാതിലുറക്കടി. ചേട്ടൻ എന്താ ഈ സമയത്ത് വിളിക്കുന്നത്? പറ ചേട്ടാ. ഹലോ അമ്മു, ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. വേദാന്ത് നിന്നെ കാണാൻ ഉടനെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വേദാന്തോ? ഈ സമയത്തോ? അതെന്തിനാ? ഓ, അതൊരു വലിയ കഥയാ. ഇപ്പൊ വേദാന്ത് വന്നു കഴിഞ്ഞാൽ വീട്ടുകാരോട് സംസാരിക്കാനായി വിടരുത്. നീ തന്നെ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യണം. മാനേജ് ചെയ്യേണ്ട കാര്യം എന്താ? ഇപ്പൊ എന്താ പറ്റിയത്? അതല്ലേ അമ്മു ഞാൻ പറഞ്ഞത്, അതൊരു വലിയ കഥയാ. നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യ, അതാ നല്ലത്. ചേട്ടൻ ഇതെന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അവൻ വന്ന ഇവരറിയാതെ എങ്ങനെ മാനേജ് ചെയ്യാനാ? എന്റെ ഈശ്വര, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? എന്നോട് കളി. ഞാൻ ആരാണെന്ന് കാണിച്ചു. ഏയ് അമ്മു, എന്താ അവിടെ ഒരു ശബ്ദം? അറിയില്ല ചേട്ടൻ, ആരും എന്തോ എടുത്ത് എറിയുന്നത് പോലെയുണ്ട്. അതിന്റെ ശബ്ദം കേട്ടത്. എങ്കിലത് വേദാന്ത് തന്നെയാ. വേദാന്തോ? വേദാന്ത് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത് ജനലിൽ കല്ല് വീണ പോലെ തോന്നിയത്. അതെന്തായാലും കല്ല് തന്നെയാ. വേദാന്ത് തന്നെ ആയിരിക്കും അത് എടുത്ത് എറിഞ്ഞതും. നീ ഒന്ന് പെട്ടെന്ന് പോയി നോക്കുമോളെ. ഞാനൊന്ന് പോയി നോക്കട്ടെ. അയ്യോ എന്റെ അമ്മേ. നിനക്ക് എന്താ പറ്റിയ? അയ്യോ ചേട്ടാ, എന്റെ തലയിൽ തന്നെയാ കല്ലെറിഞ്ഞത്. കുറച്ചുകൂടെ വലിയ കല്ല് നോക്കി അറിയാം. ചേട്ടാ, ചേട്ടൻ പറഞ്ഞത് ശരിയാ. കല്ലെറിഞ്ഞത് അവൻ തന്നെയാ. ഞാൻ പറഞ്ഞതല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യും.
ഹായ് അമ്മുക്കുട്ടി. ഞാൻ തന്ന സിഗ്നൽ ഇത്രയും പെട്ടെന്ന് കിട്ടിയോ? എന്തിനാ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഈ സമയത്ത് വീട്ടിലേക്ക് വരേണ്ട കാര്യം എന്താ? വീട്ടിലെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. നിന്നെ ഇപ്പൊ കാണണം തോന്നി, അതുകൊണ്ട് വന്നു. എന്റെ പെണ്ണിനെ എനിക്ക് വന്ന് കാണാൻ മുഹൂർത്തൊക്കെ നോക്കണമെന്നുണ്ടോ? നിക്ക്, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ അങ്ങോട്ട് വരാം. നിനക്ക് ശരിക്കും എന്തോ പറ്റിയിട്ടുണ്ട്. കുടിച്ചിട്ടുണ്ടല്ലേ? കുടിച്ചിട്ടുണ്ട്. ഫ്രൂട്ട് ജ്യൂസ് 3 റൗണ്ടാ സുമേഷ തന്നത്. നന്നായിട്ടുണ്ട്. നിനക്കൊണ്ട് തരട്ടെ? ജ്യൂസാന്നും പറഞ്ഞ സുമേഷ് പറ്റിച്ചു കൊടുത്തതായിരിക്കും. ഈ മണ്ടൻ അതും മനസ്സിലായില്ല. ഇവനെ എന്തിനാ വെറുതെ കുറ്റം പറയുന്നേ? അന്ന് ഞാൻ കുടിച്ചിട്ട് എനിക്കും മനസ്സിലായില്ലല്ലോ. എടി കഴുതേ, നീ എന്താടി ആലോചിക്കുന്നേ? ഈ സമയത്ത് നിനക്ക് ഒരു പണിയില്ലെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. വേറെ പണിയൊന്നുമില്ല, ഒന്ന് സംസാരിക്കാൻ തോന്നി, അതുകൊണ്ടാ വന്നത്. എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? എന്തായാലും നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. ഇപ്പൊ തിരിച്ചു പോ. നോനോ, വളരെ ഇമ്പോർട്ടന്റാ. എനിക്ക് ഇപ്പൊ തന്നെ സംസാരിക്കണം. എന്തൊരു കഷ്ടം ഇത്. ഇവിടുന്ന് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ വരാം. നീ കണ്ടില്ലേ, വേദാന്തേട്ടനെ കാണുമെന്ന് പറഞ്ഞ എന്ത് ബഹളമായിരുന്നു. ഇപ്പൊ ചേട്ടൻ തന്നെ ഇങ്ങോട്ട് വന്നു. ഇതിനാ ടെലിപ്പതി എന്ന് പറയുന്നത്. കല്യാണം കഴിഞ്ഞാലും ഇതുപോലെ ലവ് ബേർഡ്സ് ആയിട്ട് തന്നെ ജീവിച്ചാൽ മതിയായിരുന്നു. ഇവരെ കാണാൻ എന്ത് ക്യൂട്ടാ അല്ലേ? എടി ഡൈനോസറെ, നീ വെറുതെ കണ്ണു വെക്കല്ലേ, കരിങ്കണ്ണു പിടിക്കും. പോയി കിടന്നുറങ്ങും. ഏയ്, നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഞാന് ആരതി ചേച്ചിയെ വിളിച്ചിട്ട് വേദാന്തേട്ടൻ വന്നിട്ട് അവര് പോയ കാര്യം പറയാം. നിർത്ത്, നിർത്ത്, ഒന്ന് നിർത്ത്. ശരി 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 ശരി. ആരെയും ഒന്നും ബോധിപ്പിക്കാൻ വേണ്ട. എനിക്കിതൊക്കെ വലിയ പ്രശ്നം തന്നെയാ. എന്താ കഴുതക്കുട്ടി അങ്ങനെ? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ? ഒന്നുമില്ല, നിന്റെ ബോഡി ഹീറ്റ് ആയിട്ടിരിക്കല്ലേ. വീട്ടിൽ പോയി തല നിറച്ച് എണ്ണയും തേച്ച് നന്നായിട്ടൊന്ന് കുളിക്കണം. എന്തൊരു കെയറിംഗ് അല്ലേ എന്റെ പെണ്ണിന്. നീ വലിയ ഗുണ്ടയാണെങ്കിലും എന്റെ അടുത്ത് മാത്രം വലിയ സോഫ്റ്റ് ആണ്. അതുകൊണ്ട് ആരും അറിയാതെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോവാം. ആരെയും ഒന്നും അറിയിക്കണ്ട. അങ്ങോട്ട് ആരും വരാനും പാടില്ല. ഫോണും ലാപ്ടോപ്പും മെസ്സേജസും ഒരു ശല്യവും പാടില്ല. ഞാനും നീയും മാത്രം. ഞാൻ നിന്നെ നോക്കിക്കോളാം, നീ എന്നെ നന്നായി നോക്കണം. എന്തൊരു രസമായിരിക്കും അല്ലേ? അതെ, എന്താ നിന്റെ പ്രശ്നം വേദാന്ത്? രാത്രി സമയത്ത് വീട്ടിൽ വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് കുടിച്ചിട്ടാ വന്നത്.
നീ ആരാ? ദ ഗ്രേറ്റ് വേദാന്ത് മേനോനാ. എന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ ബിഹേവ് ചെയ്യേണ്ടത്? അല്ല, വീട്ടിൽ വന്നതോ പോട്ടെ, എന്നിട്ട് ഉറങ്ങിക്കിടന്ന് എന്റെ തലയില് കല്ലെടുത്തെറിഞ്ഞ് എന്റെ തലയെ പൊട്ടിച്ചു. ആണോ? വേദനിച്ചോ എന്റെ കുഞ്ഞിന്? കുഞ്ഞാണത്രേ കുഞ്ഞ്. കൈമടക്കി ഒരെണ്ണം തന്നാലുണ്ടല്ലോ, കുടിച്ചതെല്ലാം കൂടെ ഇവിടെ വോമിറ്റ് ചെയ്ത് കിടക്കാം. നീ എന്തിനാ വന്നപ്പോ തൊട്ട് കുടിച്ചിട്ടുണ്ട് പറയുന്നേ? ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ കുടിക്കാറില്ല, നിനക്കും അറിയുന്നല്ലേ. എനിക്ക് യാതൊരു ബാഡ് ഹാബിറ്റ്സും ഇല്ല.